എടാ നോക്കടാ, എക്കോസിസ്റ്റം ചെറിയ ചാപ്റ്ററാണ് എന്ന് വിചാരിച്ച് മാർക്കിൻ്റെ വെയിറ്റേജിലൊന്നും വലിയ ഇതുണ്ടാവില്ല. ഒരു 5 മാർക്കോളം 30 നമുക്ക് സിമ്പിളായിട്ട് അടിക്കാം. ഏറ്റവും സിമ്പിളാണ്, ആരും പഠിക്കാതെ പോയത്. ഒരു 10 മിനിറ്റ് സാറെ കൂടെ നിന്നോ. എന്താണ് എക്കോസിസ്റ്റം? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ, നമ്മുടെ പ്രകൃതിയില്ലേ, അതിൻ്റെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആളാണ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ. എക്കോസിസ്റ്റത്തിന് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ എക്കോസിസ്റ്റത്തിന് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി എങ്ങനെയെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എക്കോസിസ്റ്റം 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറലും ഉണ്ട്, മാൻമെയ്ഡും ഉണ്ട്. മാൻമെയ്ഡിന് എക്സാമ്പിൾ അറിയാം, ക്രോപ്പ് ഫീൽഡും നമ്മൾ അക്വേറിയം. നാച്ചുറലിൽ ടെറസ്ട്രിയലും ഉണ്ടാവും, വെള്ളമുള്ള അക്വാട്ടിക്കും ഉണ്ടാവും. രണ്ടിനും ഓരോ എക്സാമ്പിൾസ് നോക്കി വെക്കുക. അതിൽ എസ്റ്ററി എന്ന വാക്കുകൾ ചിലപ്പോൾ പുതുതായിട്ട് കേൾക്കായിരിക്കും. നമ്മളെ അഴിമുഖം, പൊന്നാനി, കടലുണ്ടിയൊക്കെ ശ്രദ്ധിച്ചില്ലേ, ഈ റിവറും ഓഷ്യനും കൂടി ചേരുന്ന ഒരു സ്ഥലം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മക്കളെ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾസ് ഒന്ന് പഠിച്ചു വെക്കുക. എടാ ഇനി നോക്കണ്ടേ, എക്കോസിസ്റ്റത്തിൻ്റെ കമ്പണൻസ് ആണ് എപ്പോഴും വരുന്നതാണ്. നോക്കണേ, ബയോട്ടിക്കും അബയോട്ടിക്കും. വാട്ട് ഈസ് മീൻ ബൈ അബയോട്ടിക്? ജീവനില്ലാത്തത്, സോയില്, വാട്ടർ, എന്തോ എഴുതാം. ജീവനുള്ളത് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, കൺസ്യൂമേഴ്സ് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നവർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസറിനെ കഴിക്കുന്നവർ കൺസ്യൂമേഴ്സ്. ഇതെല്ലാം കൂടെ ലാസ്റ്റ് മണ്ണിലെത്തി ഡീകമ്പോസ് ചെയ്യും, ഡീകമ്പോസേഴ്സ്. കൺസ്യൂമേഴ്സ് 3 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഓക്കെ ആണേ, സെറ്റാണേ. ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കി വെച്ചാൽ മതി, വലിയ സാധനമില്ല. പലതവണ വന്നിട്ടുണ്ട്. ഫങ്ഷണൽ കമ്പോണൻസ് ആരാണ്? എക്കോസിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അർത്ഥം. ഒന്ന് പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്കിൾ. ഈ 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഇതിൽ 3 എണ്ണത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്ക് ചാപ്റ്റർ തീരും. ഓക്കെ, നോക്ക്. അപ്പോൾ ഫങ്ഷണൽ കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റം ഏതൊക്കെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്കിൾ. ഇനി മക്കളെ, അതിൽ ആദ്യത്തെ ആളാണ് പ്രൊഡക്ടിവിറ്റി. അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പോകണം. ജസ്റ്റ് ഒന്ന് ക്ലാസ് കേട്ടിരുന്നു, ഓരോ ടേംസും അതിൻ്റെ അർത്ഥം പഠിക്കണം. പ്രൈമറി പ്രൊഡക്ഷൻ, ആദ്യം ഉണ്ടാവുന്നത് അല്ലേ, പ്രൈമറി പ്രൊഡക്ഷൻ. പറ, എന്താ പ്രൈമറി പ്രൊഡക്ഷൻ? എടാ അർത്ഥം പ്രൊഡക്ഷൻ ഉണ്ടാവുക. വായിച്ച്, എമൗണ്ട് ഓഫ് ബയോമാസ്. ബയോമാസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സബ്സ്റ്റൻസ്, ചെടികളിലുള്ള എല്ലാ സാധനങ്ങളും, ജീവനുള്ള ആ ഒരു കണ്ടന്റുകളെല്ലാം. പറ, എമൗണ്ട് ഓഫ് ബയോമാസ് ഫോംഡ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിൽ ഉണ്ടാവണ എത്ര എമൗണ്ട് സാധനങ്ങൾ ഉണ്ടാവും ബൈ പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ആ പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമറി പ്രൊഡക്ഷൻ. അപ്പം എന്താടാ സെക്കൻഡറി പ്രൊഡക്ഷൻ? എന്താ മക്കളെ സെക്കൻഡറി പ്രൊഡക്ഷൻ? പറയാൻ പറ്റുമോ? ഇതാ ശ്രദ്ധിച്ചോ, നല്ല ശ്രദ്ധിച്ചോ. എമൗണ്ട് ഓഫ് ബയോമാസ്, ഇതൊക്കെ തന്നെ ബയോമാസ് ഫോംഡ് പെർ യൂണിറ്റ് ഏരിയ, അതൊക്കെ ഒന്നും മാറ്റില്ല. പെർ യൂണിറ്റ് ഏരിയ അതുവരെ സെയിം. പ്രൈമറി പ്രൊഡക്ഷനും സെക്കൻഡറി പ്രൊഡക്ഷൻ അതുവരെ സെയിം. ബൈ ആരുണ്ടാക്കുക? കൺസ്യൂമേഴ്സ്. ബൈ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അത് സെക്കൻഡറി പ്രൊഡക്ഷൻ. ബൈ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിൽ അത് ഏത്? പ്രൈമറി പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൈമറി പ്രൊഡക്ഷൻ നമ്മളിങ്ങനെ പ്രൊഡ്യൂസേഴ്സിന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അതായത് പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന, ഓക്കെ, പ്ലാന്റ്സ് ആണ് പ്രൈമറി പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, പറയണ മക്കളെ, പ്രൈമറി പ്രൊഡക്ഷൻ എന്താണ് മക്കളെ? വായിച്ച, എമൗണ്ട് ഓഫ് ബയോമാസ് ഫോംഡ് പെർ യൂണിറ്റ് ഏരിയ, എത്രമാത്രം ചെയ്യാനുള്ള സബ്സ്റ്റൻസ്. അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോക്കി വെച്ചോ. 2 യൂണിറ്റ് ഉണ്ട്, ഗ്രാം മീറ്റർ റേസ് ടു -2, കിലോ കാലറി മീറ്റർ റേസ്. വാട്ട് ഈസ് സെക്കൻഡറി പ്രൊഡക്ഷൻ? എമൗണ്ട് ഓഫ് ബയോമാസ്. സാർ അങ്ങനെ ഇതാക്കി എഴുതിയതാണ് കേട്ടോ, വലിയ കാര്യമില്ല. എമൗണ്ട് ഓഫ് തന്നെയാണ്, എമൗണ്ട് ഓഫ് ബയോമാസ് ഫോംഡ് പെർ യൂണിറ്റ് ഏരിയ ബൈ കൺസ്യൂമേഴ്സ്. അത് കൊടുത്താൽ സെക്കൻഡറി പ്രൊഡക്ഷനായി. അത് മാത്രം നോക്ക്. നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഡക്ടിവിറ്റി? പ്രൊഡക്ഷൻ അല്ല, വിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ്, ടൈമും കൂടി ചേർന്നു. റേറ്റ് ഓഫ് ബയോമാസ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ യൂണിറ്റിൽ ഒന്ന് മാറ്റം നോക്കി, ഇയറും കൂടി ചേർന്നു. ഓക്കെ, പ്രൊഡക്ടിവിറ്റി 2 ടൈപ്പ് ഉണ്ട്, GPP, NPP. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയേ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് R എന്ന് പറഞ്ഞാൽ റെസ്പിറേറ്ററി ലോസ് ഈസ് ഈക്വൽ ടു NPP. പ്ലാന്റ്സ് മൊത്തത്തിൽ ഉണ്ടാക്കുന്നത് GPP, പക്ഷേ സെക്കൻഡറിക്ക് അവൈലബിൾ ആവുന്നത് NPP ആണ്. നല്ല ശ്രദ്ധിച്ചോ. ഏതാടാ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത്? GPP, ടോട്ടൽ പ്രൊഡക്ഷൻ. ഏതാ സെക്കൻഡറി കൺസ്യൂമേഴ്സിനും പ്രൈമറി കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആവുന്നത് ഏതാണ്? NPP. കാരണം പ്ലാന്റ്സ് ഉണ്ടാക്കിയെന്ന് R ലോസ് ആവും. ഓക്കെ, R റെസ്പിറേറ്ററി ലോസ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോ, 1 മാർക്കാണ്. സിമ്പിൾ സാധനം. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൊഡക്ടിവിറ്റി. സിമ്പിൾ. ഒരു പ്ലാന്റ് ഉണ്ടാക്കണോ വേണ്ടേ, കാര്യങ്ങൾ ഉണ്ടാക്കണോ വേണ്ടേ എന്നുള്ള പ്രൊഡക്ടിവിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി. ഒരു പ്ലാന്റിന് ഫോട്ടോസ് നടത്താൻ ഒരു കഴിവനുസരിച്ചിരിക്കും അല്ലേ? ആണ്. ന്യൂട്രിയൻസ് അവൈലബിലിറ്റി, എത്രമാത്രം ന്യൂട്രിയൻസ് കിട്ടുന്നൊക്കെ അനുസരിച്ചിരിക്കും. 1 മാർക്കിന് വേണമെങ്കിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സിമ്പിൾ ക്വസ്റ്റ്യനെ തെറ്റിക്കണ്ട, ഒന്ന് വായിച്ചു പോയിക്കോ. എന്താണ് ഡീകമ്പോസിഷൻ? നമ്മൾ പറയും ഇങ്ങനെ അതിങ്ങനെ, അതല്ല. എന്താ ഡീകമ്പോസിഷൻ എന്ന് ചോദിച്ചാൽ കറക്റ്റ് എഴുതാൻ പറ്റണം. ഓർഗാനിക് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടാക്കുക, ദാറ്റ് ഈസ് കോൾഡ് ഡീകമ്പോസിഷൻ.
പറ മക്കളെ, വാട്ട് ഈസ് ഡീകമ്പോസിഷൻ? ഓർഗാനിക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പൊട്ടിക്കുക എന്നിട്ട് ഇനോർഗാനിക് ഉണ്ടാക്കുക. ഒരു 1-2 ടേംസ് സാറൊന്ന് പറയാം. വാട്ട് ഈസ് ഡിട്രൈറ്റസ്? ഡെഡ് ലീഫ്, സ്റ്റെമ്മ്, മനുഷ്യന് ഒക്കെ നമ്മൾ ജീവനുള്ള സാധനങ്ങളൊക്കെ ചത്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന ആ ഒരു ചത്ത് ചീഞ്ഞ സാധനങ്ങളെ വിളിക്കുന്ന വാക്കാണ് നമ്മൾ ഡിട്രൈറ്റസ്. ഡെഡ് ലീഫ്, സ്റ്റെമ്മ്, റൂട്ട്, നമ്മൾ മനുഷ്യ ശരീരം, ഫീക്കൽ മാറ്റർ. എന്താ ഫീക്കൽ മാറ്റർ? അറിയാം, ആപ്പേ, അതന്നെ. അതിനൊക്കെ വിളിക്കുന്ന വാക്കാണ് ഡിട്രൈറ്റസ്. ഇനി എർത്തുവേമില്ലേ, എർത്തുവേമിനൊക്കെ വിളിക്കുന്ന പേരാണ് ഡിട്രൈറ്റീവ് ഓറസ്. എന്താണ് ഡിട്രൈറ്റീവ് ഓറസ് എന്ന് പറഞ്ഞാൽ? ഈ ഡിട്രൈറ്റസ് ഇല്ലേ, ഈ ലീഫൊക്കെ ഇതിനൊക്കെ മുറിച്ച് പീസാക്കുന്ന ആളാണ് എർത്തുവേം. സോ എർത്തുവേം ഈസ് കോൾഡ് ഡിട്രൈറ്റീവ് ഓറസ്. എന്താ ഡിട്രൈറ്റീവ് ഓറസിൻ്റെ ഫംഗ്ഷൻ? അല്ലെങ്കിൽ ആരാണ് ഡിട്രൈറ്റീവ് ഓറസ്? ബ്രേക്ക് ഡൗൺ ഡിട്രൈറ്റസിനെ മുറിക്കുന്ന ആളുകളാണ് ഡിട്രൈറ്റീവ് ഓറസ്. കിട്ടിയേ? കുറേ പേർക്ക് ഇത് പുതിയ ടേംസ് ആയിരിക്കും, പക്ഷെ പഠിക്കാൻ എളുപ്പമാണ് മക്കളെ. ഡീകമ്പോസിഷൻ്റെ 5 സ്റ്റെപ്സ് ആണ്. അറ്റ് എ ടൈം സോയിലിൽ നടക്കുന്നത് 3 എണ്ണമാണ്. അറ്റ് എ ടൈം ഒരുമിച്ച് നടക്കുന്ന ഈ 3ഉം പിന്നെ ഇത് 2ഉം. അങ്ങനെ ഡീകമ്പോസിഷൻ്റെ സ്റ്റെപ്സ് എത്ര ചോദിച്ചാൽ 5 എണ്ണം കൂടെ പറഞ്ഞു പഠിക്കാൻ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. പഠിച്ചെടുത്തോ? 5 സ്റ്റേജുകൾ. ഇത് വരും. ഇതില്ലാണ്ട് പരീക്ഷ പോവില്ല. 100% വന്നിരിക്കും. ഓരോന്ന് എന്താ നോക്കാം, എളുപ്പമാണ്. ഫ്രാഗ്മെന്റേഷൻ അർത്ഥം ഒന്ന് ആലോചിച്ചൊക്കെ, മുറിക്കുക എന്നുള്ള അർത്ഥം അല്ലേ, മുറിക്കുക. അപ്പോൾ അതൊന്ന് വായിച്ച്. ബ്രേക്ക് ഡൗൺ ഡിട്രൈറ്റസ്, നേരത്തെ പഠിച്ച ഡിട്രൈറ്റസ്, ഇൻടു സ്മോൾ പാർട്ടിക്കിൾ. ഡിട്രൈറ്റസിനെ ചെറിയ പാർട്ടിക്കിളായിട്ട് മുറിക്കുക, അതാണ് ഫ്രാഗ്മെന്റേഷൻ. പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് ലീച്ചിങ്. ശ്രദ്ധിച്ചേ, ഈ വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, മഴ ഇതിന് വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഇനോർഗാനിക് ഉണ്ട്. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന ഇനോർഗാനിക് അത് മണ്ണിനടിയിലേക്ക് പോകും. സോയിൽ ഹൊറിസോൺ മണ്ണിൻ്റെ ഒരു അടിത്തട്ടിലേക്ക് പോകും. എന്നിട്ട് കിട്ടാത്ത സാൾട്ടായിട്ട് അവിടെ എടുക്കും. പിന്നെ കിട്ടൂല, അത് വലിച്ചെടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന, ശ്രദ്ധിച്ചോ, വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഇനോർഗാനിക് സബ്സ്റ്റൻസ് മണ്ണിലടിയിലേക്ക് പോകും. അതാണ് ലീച്ചിങ്. പറ. വാട്ടർ സോല്യുബിൾ ഇനോർഗാനിക് ഗോസ് ഡീപ്പ് ഇൻ ടു സോയിൽ ഹൊറിസോൺ എന്നുണ്ട് കേട്ടോ, മണ്ണിൻ്റെ അടിത്തട്ട്. നെക്സ്റ്റ് എന്താണ് കാറ്റബോളിസം? ഒന്നുമില്ല, സിമ്പിളാണ്. ബാക്ടീരിയയും ഫംഗസും ഓർഗാനിക്കിനെ ഇനോർഗാനിക് ആക്കുക. എന്തൊക്കെയാണ്? ബാക്ടീരിയയും ഫംഗസും ഓർഗാനിക്കുകളെ ഇനോർഗാനിക് ആക്കുക. ഓക്കെ, ബാക്ടീരിയ ആൻഡ് ഫംഗസ് ബ്രേക്ക് ഡൗൺ ഓർഗാനിക് ടു ഇനോർഗാനിക്. എന്നാ പറയടാ, വാട്ട് ഈസ് ഹ്യൂമിഫിക്കേഷൻ? നല്ല ശ്രദ്ധിച്ചു. ഇതിങ്ങനെ കിടന്ന് ഈ ഇലകളൊക്കെ നമ്മളെ വീട്ടിൻ്റെ പുറത്തുള്ള വേസ്റ്റ് ഇലകളൊക്കെ കുറേ ദിവസം ഇങ്ങനെ കിടന്ന് ഡീകമ്പോസ് ആവുന്ന സമയത്ത് നമുക്കറിയാം, അതൊക്കെ പാടെ ഇങ്ങനെ അഴുകി കറുത്ത് അധികം സ്ട്രക്ചർ ഷേപ്പ് ഇല്ലാണ്ട് ഒരു വൃത്തികെട്ടൊരു സംഭവം, അതാണ് ഹ്യൂമസ്. ആ ഉണ്ടാവുന്നതിനാണ് വിളിക്കുക ഹ്യൂമിഫിക്കേഷൻ. വായിക്കുക. ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇല്ല. വായിച്ചേ, ഡാർക്ക് കളറാണ്, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ലാത്ത സബ്സ്റ്റൻസ് കോൾഡ് ഹ്യൂമസ്. അതുണ്ടാവും, ദാറ്റ് ഈസ് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമസിൻ്റെ 2 പ്രോപ്പർട്ടി, 3 പ്രോപ്പർട്ടികളുണ്ട്. 2 പ്രോപ്പർട്ടി ഒന്ന് പഠിച്ചു വെച്ചേ. ഹൈ ന്യൂട്രിയൻ്റ് ആയിരിക്കും, നല്ല വളമായിട്ട് ഉപയോഗിക്കാം, നല്ല ന്യൂട്രിയൻസ് ഉണ്ടാവും. റെസിസ്റ്റ് ടു മൈക്രോബ്സിനൊക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ബാക്ടീരിയയും ഫംഗസും ഒക്കെ പിന്നെ അയിമേൽ ഏൽക്കാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ. മിനറലൈസേഷൻ. ഈ ഹ്യൂമസ് വീണ്ടും ഡീഗ്രേഡ് ചെയ്യും. ഹ്യൂമസ് ഉണ്ടായിട്ട് അവിടെ എടുക്കില്ലല്ലോ, പതുക്കെ കുറേ കാലം കഴിഞ്ഞിട്ട്. ഹ്യൂമസ് കുറച്ച് ഡീകമ്പോസ് ചെയ്യാൻ സ്ലോ ആണ്. ഹ്യൂമസ് കുറേ കാലം കഴിയുമ്പോൾ പതുക്കെ ഇനോർഗാനിക് ആയിട്ട് മാറും. ആ സ്റ്റെപ്പാണ് മിനറലൈസേഷൻ. ഹ്യൂമസ് ഡീകമ്പോസ് ടു ഇനോർഗാനിക് സബ്സ്റ്റൻസ്. പഠിച്ചു. ഹ്യൂമസ് വീണ്ടും ഡീകമ്പോസ് ചെയ്യണത്. എടാ ശ്രദ്ധിച്ച് പഠിച്ചോ. സ്ക്രീൻഷോട്ട് അടിച്ചു വെച്ചോ, 5 പേരും അതിൻ്റെ ഓരോ സെൻറ്റൻസുകളും. മക്കളെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ. ക്ലൈമറ്റിക് ഫാക്ടർ ഉണ്ട്, പ്രകൃതി. കെമിക്കൽ കമ്പോസിഷൻസ് ഉണ്ട്, കെമിക്കൽ അനുസരിച്ചിട്ട് ഇത് മാറും. നോക്ക്, ഫാസ്റ്റ് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവണമെന്നാണ് സാർ ഉദ്ദേശിച്ചത് കേട്ടോ. ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവണം, ഈ കെമിക്കൽ എന്തൊക്കെയാണെന്ന് അറിയാം. ഷുഗർ, പിന്നെ നൈട്രജൻ കോമ്പൗണ്ട്സ് ഒക്കെ ആയാലും. ഡീകമ്പോസിഷൻ സ്ലോ ആവണമെങ്കിൽ കെമിക്കൽസ് എന്തൊക്കെയാണോ? ലിഗ്നിനും കൈറ്റിനും. നോക്കിക്കേ, ലിഗ്നിനും കൈറ്റിനും വന്നാൽ ഡീകമ്പോസിഷൻ സ്ലോ ആയിരിക്കും. 1 മാർക്ക് പ്രഡിക്ഷൻ. പഠിച്ചോ. ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവുന്ന ക്ലൈമറ്റിക് ഫാക്ടർ ഒന്ന് നോക്കിയടാ. വാം, ചൂടും ഹ്യൂമിഡ്, കുറച്ച് ഈർപ്പം, ഓക്സിജൻ, എയറോബിക്കിലൊക്കെ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആവും. എന്നാൽ ക്ലൈമറ്റിക് ഫാക്ടർ ഡീകമ്പോസിഷൻ സ്ലോ ആവുന്ന കോൾഡും അനേറോബിക്കിലൊക്കെ ഡീകമ്പോസിഷൻ സ്ലോ ആവും. ശ്രദ്ധിച്ചോട്ടോ മക്കളെ. ചാപ്റ്ററിൻ്റെ പകുതിയോളം കഴിഞ്ഞു. നെക്സ്റ്റ് ഭാഗമാണ് എനർജി ഫ്ലോ. അറ്റ് ദ പീക്ക് നമ്മൾ പഠിച്ചോ, മെയിൻ എനർജി സോളാർ എനർജി. എല്ലാ സ്ഥലത്തും എക്സെപ്റ്റ് സോളാർ എനർജി ഇല്ലാത്തൊരു സ്ഥലം, ഈ വോയിസ് കേട്ടോ, ഡീപ്പ് തെർമൽ ഓഷ്യൻസ്. ഡീപ്പ് ഓഷ്യൻ, കടലിൻ്റെ അടിയിൽ സോളാർ എനർജി അല്ല, സണ്ണിൻ്റെ എനർജി അല്ല. ജസ്റ്റ് ആ ഒരു പോയിന്റ് മാത്രം ശ്രദ്ധിച്ചു. ഇന്ന് അവിടെ ശ്രദ്ധിച്ചോ.
സണ്ണിന്ന് വരുന്ന 50% അല്ലെങ്കിൽ ലെസ് ദാൻ 50% എനർജിയാണ് നമ്മൾ വിളിക്കുക ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, PAR. അതിൻ്റെ PARൻ്റെ 2 to 10% ആണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. പഠിച്ചോ. സണ്ണിന്ന് വരുന്ന 50%, ലെസ് ദാൻ 50% ആണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അതിൻ്റെ 2 to 10% ആണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. മക്കളെ, ഇനി പരീക്ഷയ്ക്ക് വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, GFCയും DFCയും തമ്മിലുള്ള ഡിഫറൻസ്. KFC ഒന്നല്ല കേട്ടോ, ഉറക്കപ്പിച്ചിൽ ഇത് ഓരോന്ന് വിളിച്ച് പറയരുത് കേട്ടോ. GFCയും DFC ആണ്. എന്താ GFC? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. എന്താ DFC? ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ. എടാ ഭക്ഷ്യച്ചങ്ങല, ഫുഡ് ചെയിൻ എന്നൊക്കെ മക്കൾ കേട്ടിട്ടുണ്ടാവും. ഗ്രാസ്, പുല്ല് മെസ്സി കഴിച്ചു, ഗോട്ട് കഴിച്ചു, ഗോട്ടിനെ ഹ്യൂമൻ കഴിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊരു ഫുഡ് ചെയിൻ ആണ്. ഇതിലാരാ പ്രൊഡ്യൂസർ? ഭക്ഷണം ഉണ്ടാക്കിയ ആളാരാ? ഗ്രാസിനെ കഴിച്ച ആൾ പ്രൈമറി കൺസ്യൂമർ. ആരടാ? ഗോട്ട്, മെസ്സി ഗോട്ട്. അതേപോലെ തന്നെ ഗോട്ടിനെ കഴിച്ചവർ മാൻ സെക്കൻഡറി കൺസ്യൂമർ. ആരടാ? സെക്കൻഡറി കൺസ്യൂമർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡിട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ലാർജസ്റ്റ് ആണ്, ഡിട്രൈറ്റസ് സ്മോളസ്റ്റ് ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് ഫ്രം പ്ലാന്റ്സ് ആണ്, മറ്റേ സ്റ്റാർട്ട്സ് ഫ്രം ഡിട്രൈറ്റസ്. എന്താ ഡിട്രൈറ്റസ്? നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി DFC മേഡപ്പ് ഓഫ് ഡീകമ്പോസേഴ്സ്, സാപ്രോഫൈറ്റ്സ്, അവരൊക്കെ കൊണ്ടാണ് DFC ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അക്വാട്ടിക്കിൽ വെള്ളത്തിൽ മേജർ എനർജി ഫ്ലോ ആരാ നടത്തുന്നത്? GFC. എന്നാൽ കരയിലോ കൂടുതൽ ആരാ നടത്തുന്നത്? DFC. മക്കളെ ഒന്ന് നോക്കി വെച്ചടാ, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു 3 പോയിന്റ് വെച്ച് തട്ടാലോ. ഒന്ന് പഠിച്ചു വെച്ചോ. എടാ 4 ടോപ്പിക്കുകൾ സാറിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 ടോപ്പിക്കുകൾ. ഈ 4-ൽ 1 നിങ്ങളെ പരീക്ഷയ്ക്ക് വന്നിരിക്കും. അല്ല, എൻ്റെ ഒരു വലിയ പ്രഡിക്ഷനാണ് ഈ 3-ാമത്തത്. പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. പറയാം, നാച്ചുറലി ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ. എടാ ഫുഡ് ചെയിൻ ഇങ്ങനെ ഉണ്ട്, അതിന് വേറെ ഫുഡ് ചെയിനുകൾ ഇങ്ങനെ നാച്ചുറലി കണക്ട് ചെയ്യുക, എന്നിട്ടൊരു വല പോലെ ആവുക. ദാറ്റ് ഈസ് ഫുഡ് വെബ്. ശരിക്കും ഈ ലോകത്ത് ഫുഡ് ചെയിൻ ഇല്ല, ഫുഡ് വെബേ ഉള്ളൂ. അപ്പോൾ വാട്ട് ഈസ് ഫുഡ് വെബ്? നാച്ചുറലി ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ഫുഡ് വെബ്. ഇനി അടുത്ത ടോപ്പിക്ക് കേട്ടോ. ഓരോ ഫുഡ് ചെയിനിലില്ലേ, ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, അതിൽ ഓരോ ജീവികൾ ഓരോ ലെവലിലുണ്ട്. പറ, ഏറ്റവും താഴത്തെ ലെവലിൽ ആരായിരിക്കും? പ്രൊഡ്യൂസേഴ്സ്. ഏറ്റവും ഫസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അങ്ങനെ ഓരോ ലെവലിൽ വെച്ചിരിക്കണം. ആ ലെവലിന് വിളിക്കുന്ന വാക്കാണ് ട്രോഫിക് ലെവൽ. നോക്കി, ഈച്ച് ഓർഗാനിസം അറേഞ്ച്ഡ് ഓൺ എ ലെവൽ ഇൻ ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ട്രോഫിക് ലെവൽ. ഓരോ ലെവലുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫുഡ് ചെയിനിൽ? അടുത്താണ് ഇമ്പോർട്ടൻറ്റ്, ഈച്ച് ട്രോഫിക് ലെവൽ, ഓരോ ട്രോഫിക് ലെവലിലും സർട്ടൻ ലിവിങ് ബയോമാസ് ഉണ്ട്. ജീവനുള്ള ഡെഡായിട്ടുള്ള കൂട്ടൂല. ഓരോ ട്രോഫിക് ലെവലിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് ചെയിൻ എടുക്കുകയാണെങ്കിൽ 10 പുല്ലുണ്ട്. ആ 10 പുല്ല്, ജീവനുള്ള 10 പുല്ലുണ്ട് ആയിരിക്കും. ആ ജീവനുള്ള 10 പുല്ലിൻ്റെ വെയിറ്റ് എടുത്തു, ബയോമാസ് വെയിറ്റ് എടുത്തു. അത് നമ്മൾ വിളിക്കുന്ന വാക്കാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. നട വിളിക്കുക സ്റ്റാൻഡിങ് ക്രോപ്പ്. ഇത് ഹയർ സ്റ്റഡീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് കേട്ടോ. ജസ്റ്റ് പട്ടയം പഠിക്കുക. പറ, വാട്ട് ഈസ് സ്റ്റാൻഡിങ് ക്രോപ്പ്? ഈച്ച് ട്രോഫിക് ലെവൽ ഹാസ് സർട്ടൻ ലിവിങ് ബയോമാസ്, ജീവനുള്ള ബയോമാസ്. എവിടെ? ട്രോഫിക് ലെവലിൽ. അതിനെ അറ്റ് എ ടൈം, ഒരു സമയത്ത് അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. എന്നാ പറയടാ, ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ ടു നെക്സ്റ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് 10% ലോ. എല്ലാവർക്കും അറിയാം, ഒരു ട്രോഫിക് ലെവലിൽ 100 ജൂൾ ഉണ്ട് വിചാരിച്ചോ, 100 ജൂൾ. പറ, തൊട്ടടുത്ത ട്രോഫിക് ലെവലിൽ എത്ര എനർജി പോവും? 10 ജൂളേ പോവുള്ളൂ. അതാണ് 10% ലോ. ഒരു ലെവലിൽ നിന്ന് അടുത്തേക്ക് കിടക്കുമ്പോൾ 10% എനർജിയെ പോവുള്ളൂ. മക്കളെ, ഈ ഒരു ചാർട്ട് പഠിക്കാണ്ട ഒരാളും പരീക്ഷയ്ക്ക് പോകണ്ട. നോക്കിട്ടോ, ഇവിടെ നോക്ക്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ട്രോഫിക് ലെവൽ, ഫോർത്ത് ട്രോഫിക് ലെവൽ. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ ആരെ വരിക? പ്ലാന്റ്സ്. കണ്ടോ, പ്ലാന്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിന്റെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന പ്രൈമറി കൺസ്യൂമറിനെ കഴിക്കുന്ന സെക്കൻഡറിനെ കഴിക്കുന്ന ആൾക്കാർ ടെർഷ്യറി. കണ്ടോ, ഫസ്റ്റ് ട്രോഫിക് ലെവൽ പ്ലാന്റ്സിനെ കഴിക്കുന്നവരെ ഹെർബിവോർസ് എന്ന് വിളിക്കാം. ഹെർബിവോർസിനെ കഴിക്കുന്നവരെ കാർണിവോറസ് എന്ന് വിളിക്കാം. കാർണിവോറസിനെ ഭക്ഷണമായി കഴിക്കുന്നവരെ ടോപ്പ് കാർണിവോറസ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. പ്രൊഡ്യൂസേഴ്സിന് എക്സാമ്പിൾ നോക്ക്, ഫൈറ്റോ പ്ലാങ്ക്ടൺ, കടലിലുള്ളതാണ്, വെള്ളത്തിലുള്ള. ഗ്രാസ്, ട്രീസ്, അതിനെ കഴിക്കുന്നതാണ് സൂ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ കഴിക്കുന്ന സൂ പ്ലാങ്ക്ടൺ. കണ്ടോ, ഓരോന്ന് കഴിക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ഫുഡ് ചെയിൻ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂ പ്ലാങ്ക്ടൺ, ഫിഷ്, അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഓരോ ട്രോഫിക് ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് കാണാൻ പഠിച്ചേക്കാം. നോക്ക്, പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ് ട്രോഫിക് ലെവൽ, അതിൻ്റെ എക്സാമ്പിൾ. പ്രൈമറി കൺസ്യൂമർ സെക്കൻഡ് ട്രോഫിക് ലെവൽ, അതിൻ്റെ എക്സാമ്പിൾ പഠിച്ചോ. ആൻഡ് ലാസ്റ്റ് ടോപ്പിക്, എക്കോളജിക്കൽ
പിരമിഡ്. 3 പിരമിഡാണ്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. എന്നാ പഠിച്ചു വെച്ചോ. നമ്പർ എടാ ഇതാണ് ഒരു പിരമിഡ് പോലെ, അതാണ് സാർ ഉദ്ദേശിച്ചോ. പിരമിഡ് ഏറ്റവും അടിയിൽ വലുപ്പം ഉണ്ടാവും പ്രൊഡ്യൂസർ, അതിൻ്റെ മേലെ പ്രൈമറി കൺസ്യൂമർ, അതിൻ്റെ മേലെ സെക്കൻഡറി കൺസ്യൂമർ. കണ്ടോ, ഇത് ഞാൻ വെറുതെ ഒരു നമ്പർ കൊടുത്താണ്, നമ്പറാണ്. 1000 മരം, 1000 500 കിളി, ഒരു 20 എന്തെങ്കിലും വേറെ ആനിമൽ. ഓക്കെ, അങ്ങനെ കുറഞ്ഞു പോകും. ഇത് തലകുത്തനാവാം കേട്ടോ. നെക്സ്റ്റ് ഇതിങ്ങനെ സാധാരണ ഇങ്ങനെയാണ് വരക്കുക. നെക്സ്റ്റ് പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇതാണോ, ഇങ്ങനെ ഉണ്ടാവും നോർമൽ പിരമിഡ്. പക്ഷേ ഇൻവേർട്ടഡ് പിരമിഡ് വരും ബയോമാസിൽ. ശ്രദ്ധിച്ചോ, ബയോമാസിൽ ഇൻവേർട്ടഡ് വരും. എപ്പോഴും വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. തലകുത്തനെ പിരമിഡ് ഇങ്ങനെയല്ല ഉണ്ടാവുക. പക്ഷേ ഈ പിരമിഡ് നോക്കാം, തലകുത്തനെ സാർ വരച്ച് കണ്ടോ, താഴെ ചെറുത്, മേലെ വലുത്, അതിൻ്റെ മേലെ വലുത്. ഇത് എവിടെയാണ് കാണുക? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് കാണുക അക്വാട്ടിക്കിലാണ്. ശ്രദ്ധിച്ച് പഠിച്ചോ, പരീക്ഷയ്ക്ക് വരക്കാൻ തന്നെ ചോദിക്കും. അക്വാട്ടിക്കിലെ ബയോമാസിന്റെ പിരമിഡ് ഓൾവേസ് ഇൻവേർട്ടഡ്. പഠിച്ചു. അതിൽ ഏറ്റവും താഴെ വരുന്നത് ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺ കേട്ടോ, എഴുതിയ കാണുന്നില്ല സാറിന് അറിയാം. ഏറ്റവും താഴെ ഫൈറ്റോ പ്ലാങ്ക്ടൺ നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും താഴെ വരുന്നത് കേട്ടോ, ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ്. മക്കളൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ മേലെ ഈ ഒരു കള്ളിയിൽ വരുന്നത് സൂ പ്ലാങ്ക്ടൺ. അതിനെക്കാട്ടിയും വെയിറ്റ് ഉണ്ടാവും ആർക്ക്? ഫിഷിന് കേട്ടോ, ഫിഷിന്. ഓക്കെ, ദിസ് ഇസ് ഇൻവേർട്ടഡ്. പരീക്ഷയ്ക്ക് എങ്ങനെ സാറേ വരിക നോക്കിക്കോ. അക്വാട്ടിക്കിലെ ബയോമാസിന്റെ പിരമിഡ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനി ലാസ്റ്റ് എനർജി പിരമിഡ് നോക്കിയടാ. ഏറ്റവും താഴെ 1000 ജൂള സാർ എഴുതി. അങ്ങനെയാണ് ഇവിടെ എത്ര ജൂള വരിക? നിങ്ങൾ പറ. 100 ജൂള്. അതെങ്ങനെ സാറേ? 1000ന്റെ 10%. എന്നാ പറ, അതിന്റെ മേലെ എത്ര ജൂള വരിക? 10 ജൂള്. അതിന്റെ മേലെ എത്ര ജൂള വരിക? 1 ജൂള്. ഇത് കാണാൻ എഴുതാം, ഇത് തെറ്റൂല. കാരണം എന്താ, ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് പോകുമ്പോൾ 10% എനർജി അടുത്തേക്ക് പോവുള്ളൂ. പിരമിഡ് ഓഫ് എനർജി തലകുത്തനാവോ? അതായത് താഴെ ചെറുത്, മേലെ വലുത്. ഇൻവേർട്ടഡ് ആവുമോ? നെവർ ബി ഇൻവേർട്ടഡ്. എനർജി പിരമിഡ് നെവർ ബി. കാരണം 10% ലോ. ഇനി പിരമിഡിന്റെ കുറച്ച് ലിമിറ്റേഷൻ. ഡു നോട്ട് കൺസിഡർ ഫുഡ് വെബിനൊന്നും കൺസിഡർ ചെയ്തില്ല. ആകെ കൺസിഡർ ചെയ്ത് എന്തിനാണ്? ഫുഡ് ചെയിൻ. അതാണെങ്കിൽ ഇല്ലേനും, ഈ ലോകത്തില്ല. ലോകത്ത് ശരിക്കും എന്താ ഉള്ളത്? ഫുഡ് വെബുള്ള, അല്ലാണ്ട് ഒരു ചെയിൻ മാത്രമായിട്ടില്ല. പിന്നെ ഡു നോട്ട് കൺസിഡർ നമ്മളെ സാപ്രോഫൈറ്റുകളെ ഒന്നും കൺസിഡർ ചെയ്തില്ല. ഓക്കെ, എടാ മക്കളെ ഇത്ര പഠിച്ചാൽ മതി. എക്കോസിസ്റ്റം 5 മാർക്ക് 6 മാർക്ക് സെറ്റ്. ഓക്കെ.